전정국, 임석진입니다. 정호석입니다. 민욱입니다. 박지민입니다. 김태형입니다. 김남준입니다. രണ്ടായിരത്തി 2013 കാലഘട്ടത്തിൽ ബിഗ് ഹിറ്റ് എന്നത് ഒരു സ്ട്രഗ്ലിംഗ് കമ്പനിയായിരുന്നു. ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയോ ട്രെയിനീസിന് വേണ്ട നെസസിറ്റീസോ പ്രോപ്പറായി പ്രൊവൈഡ് ചെയ്യാൻ കഴിയാത്തൊരു ചെറിയ കമ്പനി. തന്റെ സ്ഥാപനത്തിന്റെ അവസ്ഥ ഇങ്ങനെയായിരുന്നെങ്കിൽ കൂടി ബിഗ് ഹിറ്റിന്റെ ഓണറായിട്ടുള്ള ബാങ് സി ഹ്യൂക്കിന് ഒരു സ്വപ്നം ഉണ്ടായിരുന്നു. കേവലം K-pop എന്നതിലുപരി മ്യൂസിക്കിലൂടെ റിയൽ ആയിട്ടുള്ള കാര്യങ്ങളെ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു ഗ്രൂപ്പിനെ ഡെബ്യൂട്ട് ചെയ്യിപ്പിക്കുക എന്ന്. BTS എന്ന ഗ്രൂപ്പ് ഇന്ന് കാണുന്ന 7 പേരടങ്ങുന്ന രീതിയിലല്ല ആരംഭിച്ചത്. ഒരുപാട് ട്രെയിനികൾ വന്നുപോയി. ചിലർ ക്വിറ്റ് ചെയ്തു. ചിലർക്ക് ബിഗ് ഹിറ്റ് എന്ന കമ്പനിയിലെ വിശ്വാസം നഷ്ടപ്പെട്ടു. BTSന്റെ ആദ്യ കൺഫേംഡ് മെമ്പർ കിം നാംജൂൻ ആയിരുന്നു. പതിയെ മിൻയോങ്കി, ജംഗ് ഹോ സിയോക്, കിം സിയോക്ജിൻ, പാക് ജിമിൻ, കിം ടേയോൺ, ജോൺ ജംഗുക് എന്നിവർ ജോയിൻ ചെയ്യുന്നു. രാവെന്നോ പകലെന്നോ ഇല്ലാതെ അവർ അവരുടെ സ്വപ്നത്തിനായി കഷ്ടപ്പെടുന്നു. ഒരു കുഞ്ഞു മുറിയിൽ ജീവിച്ചു പരിമിതമായ ഭക്ഷണം മാത്രം കഴിച്ചു അവരുടെ സ്വപ്നത്തിന്റെ പിന്നാലെ ആ 7 പേരും പോകുന്നു. ഫിനാൻസ് ഒരു വിലങ്ങുതടിയായപ്പോൾ യുങ്കി ട്രെയിനിങ്ങിനിടയിൽ പാർട്ട് ടൈം ജോബുകൾ ചെയ്യുന്നു. അത് കാരണം ആൾക്കുണ്ടായ ഇഞ്ചുറി പോലും കണക്കിലെടുക്കാതെ തനിക്ക് വേണ്ടിയും ആ 6 പേർക്ക് വേണ്ടിയും പൊരുതുന്നു. ബിഗ് ഹിറ്റ് സ്റ്റാഫുകളുടെ അടുത്ത് നിന്ന് പോലും കളിയാക്കലുകൾ കേൾക്കേണ്ടി വന്നിട്ടും നിശബ്ദമായി കരഞ്ഞുകൊണ്ട് ജിമിൻ തന്റെ സ്വപ്നത്തിൽ വിശ്വസിക്കുന്നു. മെന്റൽ പ്രഷറും ഫിനാൻഷ്യൽ പ്രഷറും ഒന്നും തന്നെ താങ്ങാൻ കഴിയാതെ ക്വിറ്റ് ചെയ്യാൻ തീരുമാനിച്ച ജെഹോപ്പിനെ മറ്റ്6 പേര് ചേർന്ന് കൺവിൻസ് ചെയ്യുന്നു. ജെഹോപ്പ് ഇല്ലാതെ BTS ഒരിക്കലും കംപ്ലീറ്റ് ആകില്ല എന്ന് അവരെന്നെ തിരിച്ചറിഞ്ഞിരുന്നു. പല വലിയ കമ്പനികളിൽ നിന്നും ഓഫർ വന്നിട്ടും തകർച്ചയിലാണെന്ന് അറിയാമായിരുന്നിട്ടും RM എന്ന മനുഷ്യനിലെ വിശ്വാസം ഒന്നുകൊണ്ട് മാത്രം ബിഗ് ഹിറ്റ് കമ്പനി ചൂസ് ചെയ്ത ജംഗുക് സുഹൃത്തിനെ ഓഡീഷനിൽ സപ്പോർട്ട് ചെയ്യാനെത്തി സ്വയം സെലക്ട് ആകുന്ന വി. ഒരു ആക്ടർ ആകണമെന്ന് ആഗ്രഹിച്ചെങ്കിലും സ്ട്രീറ്റിൽ വെച്ച് തന്നെ കണ്ട ബിഗ് ഹിറ്റ് കാസ്റ്റിംഗ് ടീമിന്റെ നിർബന്ധത്തിന് പിന്നാലെ ഓഡീഷനിലൂടെ BTSന്റെ എൽഡർ മെമ്പറായി മാറിയ ജിൻ. എണ്ണിയാൽ തീരാത്ത സ്ട്രഗിൾസിനൊടുവിൽ 2013 ജൂൺ 13 നോ മോർ ഡ്രീംസ് എന്ന സോങ്ങുമായി അവർ ഡെബ്യൂട്ട് ചെയ്യുന്നു. സക്സസിന് പകരം അവർക്ക് ലഭിച്ചത് കളിയാക്കലുകളും അവഗണനകളും മാത്രമായിരുന്നു. കണ്ണീരോടെ മാത്രം ആ 7 പേരും ഉറങ്ങിയ രാത്രികൾ. പക്ഷേ തങ്ങളിലെ സംശയങ്ങളുടെയും വേദനകളുടെയും നടുവിൽ അവരൊരുമിച്ചൊരു പ്രോമിസ് ചെയ്യുന്നു. ഈവൻ ഇഫ് വി ഫെയിൽ, ലെറ്റ്സ് ഫെയിൽ ടുഗദർ. ഡെബ്യൂട്ടിന് ശേഷം എൻലെസ് സ്ട്രഗിൾസിന് ശേഷം 2015 ഐ നീഡ് യു എന്ന സോങ് അവർക്ക് അവരുടെ ഫസ്റ്റ് വിൻ നേടിക്കൊടുക്കുന്നു. നിറഞ്ഞ കണ്ണുകളോടെ അവർ അവാർഡ് സ്വീകരിക്കുന്നു. പതിയെ ആ 7 പേരെയും ലോകം തിരിച്ചറിഞ്ഞു തുടങ്ങി. കൂടെ ഒരുപാട് അക്യൂസേഷനുകളും കളിയാക്കലുകളും ഒഴിവാക്കലുകളും ഒന്നിനു പുറകെ ഒന്നായി തുടർന്നുകൊണ്ട് തന്നെയിരുന്നു. സ്റ്റിൽ അവരെല്ലാവർക്കും മറുപടി നൽകിയത് അവരുടെ മ്യൂസിക്കിലൂടെയായിരുന്നു. റൺ, സേവ് മീ, യങ് ഫോർ എവർ ഈ പാട്ടുകൾ അവരുടെ വേദനയെയും പ്രതീക്ഷയെയും കാണിക്കുന്നതായിരുന്നു. ഒരു കുഞ്ഞു മുറിയിൽ നിന്നും യാത്ര തുടങ്ങിയ ആ 7 പേര് 2017 ബിൽബോർഡിന്റെ സ്റ്റേജിൽ ഗ്ലോബൽ ആർട്ടിസ്റ്റുകളായി വളരുന്നു. സെൽഫ് ലവ് എന്ന ആശയത്തെ ലവ് യുവർ സെൽഫ് എന്ന സീരീസിലൂടെ ലോകമെമ്പാടുമുള്ള ആർമീസിലേക്ക് അവരെത്തിക്കുന്നു. ബ്ലഡ്, സ്വെറ്റ് ആൻഡ് ടിയേഴ്സ്, സ്പ്രിംഗ് ഡേ, DNA, ഫേക്ക് ലവ് എന്നീ ഗാനങ്ങളൊക്കെയും ലാംഗ്വേജ് എന്ന ബാരിയർ തകർത്തുകൊണ്ട് ലോകമെമ്പാടുമുള്ളവർ ഏറ്റെടുക്കുന്നു. കേവലം മ്യൂസിക് എന്നതിലുപരി മില്യൺ കണക്കിന് ആർമീസിന്റെ ലൈഫ് ലൈനായി ഈ പാട്ടുകൾ മാറുന്നു. RM ആളുടെ ഫേമസ് സ്പീച്ച് ആയിട്ടുള്ള സ്പീക്ക് യുവർ സെൽഫ് യുണൈറ്റഡ് നേഷനിൽ ഡെലിവർ ചെയ്യുന്നു. No matter who you are, where you from, your skin color, your gender identity, just speak yourself. ഇവരൊക്കെ എവിടെ വരെ പോകും എന്ന് പറഞ്ഞവരെ കൊണ്ട് വേൾഡ് സ്റ്റാർസ് എന്ന് തിരുത്തി പറയിപ്പിക്കുന്നു. 2018 ബോയ് വിത്ത് ലവ് എന്ന സോങ് യൂട്യൂബ് റെക്കോർഡുകൾ ബ്രേക്ക് ചെയ്യുന്നു. മാപ്പ് ഓഫ് ദ സോൾ ചരിത്രം തിരുത്തിയെഴുതുന്നു.
ഈ ഫെയിമുകൾക്കെല്ലാം പിന്നിൽ ആ 7 പേരും അവരുടെ നിർത്താതെയുള്ള ഓട്ടത്തിൽ ഒരുപാട് ടയേർഡായി കഴിഞ്ഞിരുന്നു. BTS എന്ന ബാൻഡ് ഡിസ്ബാൻഡ് ചെയ്യുന്നതിനെ കുറിച്ച് പോലും അവർ ചിന്തിച്ചു. 진짜 저는 이 상을 받아도 울었을 거고 안 받아도 울었을 것 같아요. 올해는. ബട്ട് ദേ സ്റ്റേഡ്. അവർ ഓരോരുത്തർക്കും വേണ്ടി, ആർമീസിന് വേണ്ടി, യെസ് ദേ സ്റ്റേഡ്. 2020-21 കാലഘട്ടത്തിൽ ലോകമെമ്പാടും കോവിഡ് കാരണം ഇരുട്ടിലും നിശബ്ദതയിലുമായിരുന്നെങ്കിലും അവർ ആ 7 പേർ ഡൈനമൈറ്റ്, ലൈഫ് ഗോസ് ഓൺ എന്നീ സോങ്സ് റിലീസ് ചെയ്യുന്നു. ഡൈനമൈറ്റ് ബിൽബോർഡ് ഹോട്ട് 100 ചാർട്ടിൽ ഫസ്റ്റ് പൊസിഷൻ BTSന് നേടിക്കൊടുക്കുന്നു. അവരുടെ ഫസ്റ്റ് ഗ്രാമി നോമിനേഷനും ഡൈനമൈറ്റ് എന്ന സോങ് അവരിലെത്തിക്കുന്നു. ലൈഫ് ഗോസ് ഓൺ ലോകമെമ്പാടുമുള്ളവർക്ക് പ്രതീക്ഷയും ആശ്വാസവും മുന്നോട്ട് ജീവിക്കാനുള്ള ആത്മവിശ്വാസവും നൽകുന്നു. 2022 ഫെസ്റ്റ ലൈവിൽ മിലിറ്ററി സർവീസ് അനൗൺസ്മെന്റ് നടത്തുന്നു. എൻഡ് ഓഫ് BTS എന്ന രീതിയിൽ ഒരുപാട് ന്യൂസ് സ്പ്രെഡാകുന്നു. എന്നാൽ ഞങ്ങൾ മടങ്ങിയെത്തുമെന്ന പ്രോമിസ് ആ 7 പേരും അവരുടെ ആരാധകർക്ക് നൽകുന്നു. ശേഷം ഓരോ മെമ്പേഴ്സും അവരവരുടെ സോളോ കരിയറിൽ ഫോക്കസ് ചെയ്യുന്നു. ജെഹോപ്പ് വിത്ത് ജാക്ക് ഇൻ ദ ബോക്സ്, RM വിത്ത് ഇൻഡിഗോ, ജിമിൻ വിത്ത് ഫേസ്, ഷുഗർ വിത്ത് D-Day, V വിത്ത് ലേഓവർ, JK വിത്ത് ഗോൾഡൻ, ജിൻ വിത്ത് ദി അസ്ട്രോനന്റ്. എല്ലാ ആർമീസും കാത്തിരുന്നതുപോലെ 2025 ദേ റിയൂണിയൻ. ആർമീസിന് BTS നൽകിയ പ്രോമിസ് ഏകദേശം ഫുൾഫിൽഡായി. ഒന്നുമല്ലാതിരുന്ന ആ 7 പേരിൽ നിന്നും ചരിത്രത്തെ മാറ്റി എഴുതിയ ആ 7 പേരിലേക്ക്. BTS ഒരു K-pop ഗ്രൂപ്പ് മാത്രമല്ല, BTS ഒരു പ്രൂഫ് കൂടിയാണ്. നിങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി പൂർണ്ണ മനസ്സോടെ പൊരുത്തിക്കൊണ്ടിരുന്നാൽ ആ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടും എന്നതിന്.